ഗസ്റ്റ് അപ്പിയറൻസ് അല്ല, ഒരു ഗോസ്റ്റ് അപ്പിയറൻസ് ആയിട്ടുണ്ട് ഞാൻ ഇതിൽ. പക്ഷെ അത് ഒരു രസമായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം എക്സ്പെക്ട് ചെയ്തോ നായായിട്ട് ഇടയിലോട് കയറി വരുന്നത് എന്തൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ എന്താണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ ഒരു നായാട്ടിൻ്റെ ഒരു ഫീലും ഒരു ഇൻറ്റൻസിറ്റിയും അത് വേറൊരു രീതിയിൽ ഈ പറയുന്ന പോലെ ഒരു പോലീസുകാരുടെ ജീവിതം, അത് യഥാർത്ഥത്തിലുള്ള പോലീസുകാർ മനുഷ്യരാണെന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ഒരു സിനിമയും കൂടെയാണ് നൈറ്റ് പെട്രോൾ, അതായത് റോന്ത് എന്നുള്ളൊരു സിനിമ. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയാണ്. മലയാളത്തിൽ എനിക്കറിയില്ല, അത് ഒരു ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ ഒരു എന്താ പറയുക ഒരു ഡിസ്ക്രിപ്ഷനാണ് അത് എങ്ങനെയാണ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇനിയുള്ള സിനിമകൾ അതെങ്ങനെ വരണം എന്നുള്ളത്. പക്ഷേ ഒരു സിനിമയിൽ അഭിനയിക്കാതെ തന്നെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരു നല്ലൊരു സിനിമയിൽ വീണ്ടും എൻ്റെ പേര് വരുന്നതിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മുഖം വരുന്നതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഷാഹിയുടെ ഒരു സിനിമയാകുമ്പോൾ അത് ഇറ്റ്സ് വെരി ക്ലോസ് ടു ഹാർട്ട്. കാരണം ഷാഹിയുടെ കൂടെയുള്ള സിനിമ യാത്രയിൽ ഞാനും ഒരു ഭാഗമാണ്. അത് ഈ സിനിമയിലൂടെയും അത് തുടരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ തിയേറ്ററിൽ വന്ന് കാണുക, ഒരു നല്ല സിനിമയെ പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് വന്ന് കണ്ട് വിജയിപ്പിക്കുക എന്ന് ഉള്ളൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. എൻജോയ് ദ ഫിലിം. അല്ല, അത് ഷാഹിയുടെ ഒരു കഴിവാണ്. കാരണം ഇപ്പം ഞാനും മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു ശരിക്കുള്ളൊരു പോലീസ് വേഷം ചെയ്യുന്ന, അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള വേഷം ചെയ്യുന്നതായിട്ടുള്ള എന്നുള്ള സിനിമയിലാണ്. അതിനുശേഷം ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോഴും അത് ഷാഹി എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെയുള്ളൊരു യാത്ര, അത് സിനിമയിൽ വരുമ്പോൾ ആ കഥാപാത്രമായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉൾക്കൊണ്ട് അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല, ഷാഹിയുടെ സിനിമകൾ അഭിനയിക്കുന്ന എല്ലാ പോലീസ് കഥാപാത്രങ്ങളും ആ ഒരു എന്താ പറയുക ഇൻറ്റൻസിറ്റിയും റിയാലിറ്റിയും കാണാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും ഷാഹി എന്ന എഴുത്തുകാരനും ഒരു ഡയറക്ടറും അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് റോന്ത് എന്നുള്ള സിനിമയിലൂടെ വീണ്ടും തെളിയിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ്, എൻജോയ് ദ മൂവി. ഹലോ മാൻ, ഹാപ്പിയാണ്. ആ സൈഡ് ആര് ഷബീർ